കൺസിസ്റ്റന്റ് ആയിട്ട് ലോസിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ 2022 വിജയൻ സാറിന്റെ ഒരു മൈൻഡ് മാസ്റ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ മൈൻഡ് മാസ്റ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മൈൻഡിന്റെ ഒരു പവറിനെ പറ്റി മനസ്സിലാക്കുന്നത്. അത്രയും വിശാലമായ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയത് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതോടെയാണ്. ജീവിതത്തിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു ട്രേഡർ അല്ല, നിങ്ങൾ വേറെ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്ത് നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഏത് മേഖലയിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ സക്സസ് ആവണമെങ്കിൽ നമുക്ക് മൈൻഡ് സെറ്റ് തന്നെ വർക്ക് ചെയ്യണം. നമ്മൾ പറയുമല്ലോ, എന്താണ് 80-20 റൂളൊക്കെ പറയുമല്ലോ. 80% മൈൻഡ് സെറ്റാണ് വർക്ക് ചെയ്യേണ്ടത്, 20% ആണ് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത്. ഡിസിപ്ലിനാണ് ട്രേഡിംഗ് എന്നുള്ള ഇതിൽ പറയാറ്. ബാക്കി എല്ലാം കൂടി ഞാൻ 20% ഉൾക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ഒരു ലെവലിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളൊരു ട്രേഡർ, നല്ലൊരു ട്രേഡർ ആവണമെങ്കിൽ നമ്മൾ ഈ ലോസ്, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ലോസ് എന്ന് പറഞ്ഞ ഈ മേഖലയിലാണ്. ലോസ് വന്നേ നമ്മളൊരു ഇമോഷൻ അങ്ങോട്ട് വർക്കൗട്ട് ആകുമ്പോൾ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകുമായിരുന്നു. അപ്പൊ നമ്മൾ ഈ ലോസിനൊരു ഇതിന്റെ ഒരു ബിസിനസിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം കാണാൻ പഠിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് അതെനിക്ക് പ്രശ്നമല്ല. ഇന്ന് എനിക്ക് ലോസ് വന്നാലും എനിക്ക് പ്രശ്നമല്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒക്കെ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോ ആ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഈ ഓവർ ട്രേഡിങ് ഒഴിവാക്കാൻ പറ്റി. ഓവർ ട്രേഡിങ് വളരെ നമ്മളെ നമ്മളെ ഇല്ലാണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഓവർ ട്രേഡിങ്. പിന്നെ നമ്മൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് സെറ്റപ്പിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളൊരു മൈൻഡ് മാസ്റ്റർ ആവാം. ഒരു മാസ്റ്റർ ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾ മൈൻഡിനെ മാസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു മാസ്റ്റർ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി നിങ്ങൾ യൂസ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.